അപ്പൊ ഗൈസ് നമ്മൾ ഫൈനലി അങ്ങനെ വീട്ടിൽ പോവാണ്. അപ്പൊ നമ്മള് അതിന്റെയാണ് ഇന്നത്തെ വ്ളോഗ്. നല്ല തിരക്കുണ്ട്, നമ്മുടെ കോളേജിന്റെ ടൈമാണ്. ദുബായ് സെറ്റ് ചെയ്ത് പാർസൽ വരും. ഷോർട്സിനുള്ള വീഡിയോ സുരനെ എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ടെന്നാണ് സുരന്റെ വർത്താനം. ഫാൻസി ആട്ടോ, നമുക്ക് ആവശ്യമുള്ള സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്തത് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി പോവാണ്. വീട്ടിലേക്ക് സ്വീറ്റ്സ് വേണം. ഇവിടെ നല്ല കളക്ഷൻ, നല്ല കാറ്റുണ്ട്. ഇവിടെ എല്ലാം കിട്ടും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ആവശ്യമുള്ള എല്ലാം കിട്ടും. ബാഗ് ചെറുതോ ഇതോ? വേറെ ഇതുപോലത്തെ വലിയ ചെറുതില്ല. കിട്ടി, നമുക്ക് ഉദ്ദേശിച്ച ലേസൊന്നും കിട്ടിയില്ല. ബില്ലിങ് നിൽക്കണം, ഭയങ്കര ക്യൂ ആട്ടോ, നല്ല ക്യൂ ആണ്. നമ്മളങ്ങനെ ബില്ലിങ്ങിന് വേണ്ടി നമ്മൾ തിരക്കായ കാരണം നമ്മൾ ബില്ലിങ് മിന്നു മണീനെയും ഏറ്റോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി പോവാണ്. കാരണം അതിന് താമസം എടുക്കുമല്ലോ, എല്ലാം സെലക്ട് ചെയ്തെടുക്കണ്ടേ. നമ്മളിങ്ങനെ എല്ലാം ഒന്നും മേടിക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ള മാത്രമേ മേടിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. നമുക്ക് അങ്ങോട്ട് പോകാം, സ്വീറ്റ്സ് കടയിലോട്ട് പോകാം. കടയിലെത്തി ഹോട്ട് ആൻഡ് സ്പോട്ട് ചിപ്സ് എന്നാണ് നല്ല നല്ല സ്വീറ്റ്സ് ആണ്, മസ്റ്റ് ട്രൈ. വിലയുണ്ട് കേട്ടോ അതിനനുസരിച്ച്. അകത്ത് വീട്ടിലെടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അവര് ഭയങ്കര നിർത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ വേണ്ടത് എന്താ വേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്, 5 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കടല വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് നമുക്ക് നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ പാനിപ്പൂരി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങാൻ അങ്ങോട്ട് പോകാം. എടുക്കാൻ ഞാൻ നക്കിക്കൊണ്ടു വന്ന് എന്ത് വേണ്ടേ കഴിക്കുന്ന തിരക്കിലാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് അതെ, ഇനി ഷോപ്പിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വാർഡിൽ ഇപ്പം വിളിച്ച് പുറത്താക്കും. ഗൈസ് നമ്മളങ്ങനെ പോവുകയാണ്. കൂട്ടാനും പറ്റുന്നില്ലല്ലോ. നമ്മൾ ഇറങ്ങി നല്ല
നമുക്ക് പെട്ടെന്ന് അവിടെ ചെല്ലണം, ഇല്ലെങ്കിൽ ട്രെയിൻ നമുക്ക് ഒരാളുണ്ട് ബ്ലോഗില്. ലൈനാക്കിയ പിന്നെ വഴിയാണത്. വേറെ ട്രെയിനിൽ ഞങ്ങൾ 3 വേറെ ട്രെയിനാട്ടോ. കാരണം അവർക്ക് ആ ട്രെയിനിൽ പോയി അവരുടെ സ്ഥലത്തെത്തും, പക്ഷെ നമുക്ക് ഈ ട്രെയിനിൽ പോയാലും നമ്മുടെ സ്ഥലത്തെത്തും. ഓടി പോട്ടെ, തിരക്കാണ്. ബാക്കി പിന്നെ കാണാം. ബൈ. അതുകൊണ്ട് കൊണ്ട് വെക്കാനുള്ളതാന്ന് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് കേറ്റിങ്ങാണ് മടുത്തു. കേൾക്കുമെന്ന് അറിയത്തില്ല, റോഡ് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ബസ്സില്ല, അല്ലാത്ത 10-15 ബസ് വരുന്ന സ്ഥലമാണ്. എനിക്കറിയില്ല, കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കാണിച്ചു കൊടുത്ത് എല്ലാവരും നാട്ടിൽ പോകാനുള്ളവർ സ്കൂളൊക്കെ വിട്ട് എങ്ങനെയുള്ളവരാണ്. നമുക്ക് ലേറ്റ് ആവാൻ പാടില്ല, ട്രെയിൻ മിസ്സായി പോകുന്നത്. വല്ലാത്തൊരു യാത്ര. ഗൈസ്, ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടില്ല. ഞങ്ങളിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ പോയിട്ട് വേണം ഗൈസ്. കേൾക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആര്യനന്ദേ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നു, ചെറുതായിട്ടൊരു മഴക്കോളുണ്ടായിരുന്നു. മഴ പെയ്ത് പൊടിഞ്ഞു. ശരി ഗൈസ്, ട്രെയിനിൽ കയറിയിട്ട് ബാക്കി എടുക്കാം ഗൈസ്. ഇനി ഒന്നും തള്ളുമായിരിക്കും എന്തായാലും. അവർക്ക് സീറ്റ് കിട്ടി ഗൈസ്. അവര് മിന്നു മേളിലിരുന്നു. അതെ, ബാക്കി ഇനി യോഗി എടുക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും നമ്മുടെ കൂടെ പഠിക്കുന്നതന്നെയാണ് ശ്രീലക്ഷ്മി തുറന്നിട്ടില്ലേ? പ്ലാറ്റ്ഫോം മാറിപ്പോ നമ്മൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത് അനൗൺസ്മെന്റ്. പിന്നെ ഞങ്ങൾ ഓടിപ്പടച്ചു വന്നു. തുറന്നിട്ടില്ല. നോക്കട്ടെ. അപ്പം ഞാനിങ്ങനെ വീട്ടിലെത്തി. അയ്യോ, നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് ട്രെയിനിൽ. ഇപ്പം ഓണം വെക്കേഷനൊക്കെ ആയിട്ട് ഇപ്പം എല്ലാ കോളേജും ഇപ്പം ഒരുമിച്ചാണ് കിട്ടുക. അപ്പം നല്ല തിരക്കായിട്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എനിക്കൊരു 4-4.5 മണിക്കൂറേ ഉള്ളൂ. അവരിന്ന് നാളെ രാവിലെ എത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഇവിടെ എത്തി. ഇനി കുളിക്കണം, കഴിക്കണം, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കണം. പിന്നെ നാളത്തെ പരിപാടിക്ക് ആയി അങ്ങനെ പോകും. അപ്പം ബൈ. ഗൈസ്, അങ്ങനെ വീട്ടിലെത്തി. എല്ലാവരും ഉറക്കമാണ്, അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാൻ പറ്റൂല. ഇനി കുളിക്കണം, ഫുഡ് കഴിക്കണം, ഉറങ്ങണം. നമ്മളോട് ശ്രീലക്ഷ്മി ഉണ്ട്, ബെസ്റ്റ് ഉണ്ട്. ശ്രീലക്ഷ്മി നോക്കൂ, ഓരോ വ്ലോഗ് എടുക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാട്. ഗൈസ്, അങ്ങനെ ഞാൻ സ്റ്റേഷനിലെത്തി. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത്. പിന്നെ അവർക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ ട്രെയിനിനുള്ളിൽ നല്ല തിരക്കായിരുന്നു. ഒന്നാമത് ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഭയങ്കര എന്നെ കാണാൻ നിർത്തില്ല. പിന്നെ ഭയങ്കര ഇതായിരുന്നല്ലോ, തിരക്കുമായിരുന്നു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ക്ഷീണവും ആയിപ്പോയി എല്ലാവർക്കും. അപ്പം ഞാനിപ്പം എൻ്റെ സ്റ്റേഷൻ ചെങ്ങന്നൂർ ഇറങ്ങി. ഇനി എനിക്ക് ഇവിടുന്ന് ബസ് പിടിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും കാണാം. ബസ് കാണുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നോക്കാം.
പിന്നെ ഗൈസ് ക്യാമറ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ ചെല്ലുന്നത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പല ക്യാമറയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ക്ലാരിറ്റിയിൽ കുറച്ച് ഡിഫറൻസ് വരുമായിരിക്കും. ബട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം 5 വരും 5 അടുത്തായിപ്പോയി. സോ അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും അങ്ങനെ ഇങ്ങനെ വയ്ക്കുമ്പോൾ വെളിച്ചമുണ്ട്. എന്നാലും പോയി നോക്കാം. ഗൈസ് ട്രെയിന് ഒരു മണിക്കൂർ എന്തോ ലേറ്റ് ആയിരുന്നു മലബാർ. അതുകൊണ്ട് എനിക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ 6:15 ആകുന്നതിന് മുമ്പ് ഞാൻ എത്തി. അതാകുമ്പോൾ ഇരുട്ട് മാറി കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ സ്റ്റേഷനിൽ. അപ്പോൾ എന്തായാലും ഭാഗ്യം.